ഹലോ ഗൈസ്, ഞാൻ ഇന്ന് എൻ്റെ വലിയൊരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോവാണ്. കണ്ടാലോ? അമ്മ സമ്മതിക്കാത്തതുകൊണ്ട് മാത്രം ഇത്രയും നാൾ അടക്കി വെച്ച എൻ്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെ കയ്യും കാലും പിടിച്ച് അമ്മ അങ്ങ് സമ്മതിച്ചു. എന്നാൽ പിന്നെ മനസ്സ് മാറുന്നതിന് മുമ്പ് വേഗം ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. എപ്പോഴാ അത് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് പോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പൊന്നെ വെയിലത്തിരുന്നതാണ് എൻ്റെ കുണ്ടി പോച്ച്. ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ആക്ച്വലി എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുള്ള സ്ഥലമാണ്. ആശാൻ്റിയുടെ പാർലറാണ്. ഞാനിവിടെ എപ്പോൾ ത്രെഡ് ചെയ്യാൻ വന്നാലും ആൻറ്റി പറയും, എൻ്റെ പൊന്നുമോളെ നീ ഒന്ന് ചെയ്ത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന്. ഇത് ആ പാർലറിലെ പ്രവണ്യ ചേച്ചിയാണ്. ആശാൻ്റെ അന്നേരം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ചേച്ചിയാണ് ഇതെല്ലാം എനിക്ക് ചെയ്തു തന്നത്. ഇതിൻ്റെ ABCD ഒന്നും അറിയാത്തതുകൊണ്ട് ഒരു 100 കൂട്ടം സംശയങ്ങൾ ചോദിച്ചാൽ ആ ചേച്ചി ഞാൻ വട്ടാക്കി. അങ്ങനെ ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് ഞാൻ പിന്നെ ക്രീം ഇട്ടു. പിന്നെ അതും വാഷ് ചെയ്തിട്ട് പിന്നെ അയൺ ചെയ്തെടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്. മൊത്തത്തിലൊന്ന് മാറിക്കളയെന്ന് വെച്ചു. പക്ഷേ സ്വഭാവം വീണ്ടും പഴയത് തന്നെയാണല്ലോ. ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു സ്ഥലത്ത് ഇത്രയും നേരം അടങ്ങിയിരിക്കുന്നത്. അതിനുശേഷം അടുത്ത ക്രീം ഇട്ടു. അതും വാഷ് ചെയ്തിട്ട് പിന്നെ ഹീറ്റ് ചെയ്തെടുത്തതാണ്. ഇപ്പം എങ്ങനെയുണ്ട് ഗായ്സ്? ഞാൻ ആകെ മാറിയില്ലേ? എൻ്റെ മുഖത്തിനൊക്കെ മാറ്റം വന്നില്ലേ? അതുകൊണ്ട് ആൻറ്റി അവിടെ നിൽപ്പുണ്ട്. തുടങ്ങിയപ്പോൾ ഇല്ലായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ആൻറ്റി വന്നു. പിന്നെ ആ ചേച്ചിയും ഇതാ നിൽക്കുന്നു. അപ്പം ഇനി ഞാൻ തന്നെ എന്നെ ഒന്ന് ആസ്വദിക്കുകയാണ്. ഇനി പട്ടിഷോയുടെ കാലഘട്ടമാണ്. ആൻറ്റി പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് നടന്ന കുറച്ച് വാലൊക്കെ മുറിച്ച് കളഞ്ഞു. ഇനി അറിയത്തില്ല എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആണോ നെർവസ്നെസ് ആണോ മൊത്തത്തിൽ ഒരിത്. ഇനി പഴയ മുടിയായിരുന്നു നല്ലത് എന്ന കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു. എന്നെ തളർത്തരുത് ഗൈസ്. എന്തായാലും എൻ്റെ പഴയ മുടി താണ്ട് ഇതാണ്. ഇതിൽ നിന്നും ഞാൻ ഇതിലേക്ക് മാറിയിരിക്കുകയാണ്. ഇനി എൻ്റെ കുറച്ച് ഷോയാണ്. അപ്പോൾ പുനലൂർ അഞ്ചൽ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ഇവിടെ വരാൻ നല്ല സർവീസാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബായ്.